ആലപ്പുഴയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ആലപ്പുഴയിൽ റിസോർട്ട് ജീവനക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അസം സ്വദേശി ഹസീനയാണ് മരിച്ചത്. കഴുത്തിൽ കയറ് കുരുക്കിയതിന്റെ പാടുകളുണ്ട്. കൊലപാതകമാണെന്നാണ് സംശയം. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. 3-4 മാസമായിട്ട് ഇവിടെ ജോലി ചെയ്യുക. കുഴപ്പമൊന്നുമില്ല. നല്ല സ്ത്രീയായിരുന്നു. യാതൊരു വിധമായ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. മാക്സി ഇട്ടുകൊണ്ടായിരിക്കുന്നത് രാത്രി എപ്പോഴാണെങ്കിലും ചെയ്യും. പക്ഷേ ഇന്ന് രാവിലെ അവർ എന്തോ പർദ്ദ ഇട്ടുണ്ടാവും വെളി കിടക്കുന്നുണ്ട്. ഈ കറുത്ത പർദ്ദ ഇട്ടുകൊണ്ടിരിക്കുന്ന വെച്ചാൽ അവരെങ്ങോട്ട് പോകാനായിട്ടുള്ള വീട്ടിലൊന്നും നഷ്ടപ്പെട്ടില്ല. കാരണം ഞങ്ങൾ അതിനകത്ത് തുണികളുടെ അവരുടെ ഡ്രസ്സൊക്കെയാണ് അതിൻ്റെ അകത്ത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ ചേർന്നു. മനീഷ്, ഈ കഴുത്തിൽ കയറ് കുരുക്കിയതിന്റെ പാടുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്താണ്? ഇപ്പോൾ അവിടെ എന്താണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? സുഹൈൽ, ഈ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ നെടുമുടി പഞ്ചായത്ത് 12-ാം വാർഡ് വൈശുംഭാഗം എന്ന സ്ഥലമാണ്. തൊട്ടിപ്പുറ വയൽ, അതിന് അപ്പുറത്ത് ആറാണ്. അതിന് നടുക്കുള്ളൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. അവിടെ തുരുത്താണ്. അവിടെ ഒരു റിസോർട്ടാണ്, ഒരു ഹോം സ്റ്റേ ആണ്. ഹോം സ്റ്റേയുടെ പുറകിൽ ഇവിടുത്തെ തന്നെ ജീവനക്കാർ താമസിക്കുന്ന ഒരു മുറി. ആ മുറി നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ ജീവനക്കാരി, ഈ ഹോട്ടലിലെ, ഈ റിസോർട്ടിലെ ജീവനക്കാരിയെ ഈ മുറിയുടെ അടുത്ത്, ഈ ടാങ്കിൻ്റെ തൊട്ട് സമീപത്തായി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇന്നലെ രാത്രി അവസാനമായി ഇവരെ കാണുന്നത് ഇന്നലെ രാത്രി 10:45 ഈ ഉടമയുടെ മരുമകൾ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ ഭർത്താവിനെ ആക്കാൻ പോയി തിരികെ എത്തി ഭക്ഷണം കൊടുത്ത് അവർക്ക് ഭക്ഷണം ഈ ജീവനക്കാർ നൽകിയിരുന്നു. ഒപ്പം തന്നെ പാത്രമൊക്കെ കഴുകി വെച്ച ശേഷം ആണ് അവസാനം ഇവരെ കാണുന്നത്. പിന്നീട് രാവിലെ 5 മണി 6 മണി സമയത്ത് ഈ ഹോം സ്റ്റേ ആയതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ നിന്നും ഉണർന്ന് ചായ കൊടുക്കുന്ന പതിവുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഇവരെ കണ്ടില്ല. അങ്ങനെ 6 മണിക്ക് ഉണർന്ന് എഴുന്നേറ്റ് ഈ ഉടമസ്ഥനും ഒപ്പം തന്നെ മറ്റു ആളുകളും ഒക്കെ തന്നെ ചേർന്ന് നടത്തിയ തിരച്ചിലാണ് ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഇവർ മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത്. നിലവിൽ പോലീസിൻ്റെ നിഗമനം, പ്രാഥമികമായിട്ടുള്ള പോലീസിൻ്റെ നിഗമനം ഇത് കൊലപാതകമാണെന്നാണ് ഇൻക്വസ്റ്റ് നടപടികൾ പോലീസിന് വ്യക്തമായത്. അതായത് ഒരു കറുത്ത പർദ്ദ ധരിച്ചായിരുന്നു ഇവർ മരിച്ച നിലയിൽ അവസാനമായി കണ്ടത്. ഇവരുടെ 2 കാതുകളിലും മുറിവുകളുണ്ട്. കാതുകളിലെ സ്വർണ്ണ കമ്മൽ കാണാനില്ല. ഒപ്പം തന്നെ കാലുകളിലും മുറിവുകളുണ്ട്. ഈ പർദ്ദ ധരിച്ചിരുന്ന സമയത്ത് ഷാൾ കൊണ്ട് ഈ കഴുത്തിൽ മുറുക്കിയതിൻ്റെ പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി പോലീസിൻ്റെ നിഗമനം ഇത് കൊലപാതകമാണെന്നാണ്. പക്ഷേ പോലീസിനെ ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം ഇവിടെ CCTV ക്യാമറകൾ ഇല്ല എന്നുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെ ഇവിടെ വന്നു, എപ്പോൾ വന്നു, എങ്ങനെ വന്നു അടക്കമുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ പോലീസിന് നന്നേ കഷ്ടപ്പെടേണ്ടി വരും. ഇന്നലെ രാത്രി 10:45 ഇവരെ അവസാനമായി കണ്ടത്. ഇത് ഈ റിസോർട്ടിൽ അവിടെ തനിച്ച് താമസിക്കുന്ന ആളാണോ അതോ കുടുംബത്തോടൊപ്പം തന്നെ റിസോർട്ടിൽ പ്രതികരണത്തിലേക്ക്? അവളെ കാണുന്നത് ഒരു 9 മണിയായപ്പോഴാണ്. 9 മണിയായപ്പോൾ ഞങ്ങൾ പെരയ്ക്കകത്ത് കയറിയായിരുന്നു. കഴിഞ്ഞ് അവരും കയറി. ഇവർ 10 മണി 10:30 ആയപ്പോഴാണ് വന്നു കഴിഞ്ഞ് ഞാൻ 10:30 സ്റ്റേഷനിൽ തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ചു. അവർ വന്ന് ബാക്കിയുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുപോയി, പ്ലേറ്റ് കഴുകാനും കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വെള്ളമൊക്കെ എടുത്ത് ഞാൻ മുകളിലേക്ക് എൻ്റെ മുറിയിലേക്ക് പോയി. ഇവർ മരിച്ചതിനെ കണ്ട സ്ഥലത്തിന് ഇവരുടെ കുറച്ച് ബാഗുകളും കാര്യങ്ങളുണ്ടല്ലോ. ഒരു ബാഗ് ഉണ്ടായിരുന്നു ടാങ്കിൻ്റെ തൊട്ടപ്പുറത്ത്. പിന്നെ കുറച്ചപ്പുറത്ത് ഒരു ചാക്കും ഉണ്ടായിരുന്നു കെട്ടി വെച്ചേക്കുന്നത്. ആ ചാക്ക് അവർ മിഞ്ഞാന്ന് മോൻ്റെ ആലപ്പുഴയുള്ള റൂമിൽ പോയിട്ട് കൊണ്ടുവന്നതായിരുന്നു. സുഹേൽ, ഇവർ പറയുന്ന അനുസരിച്ച്, അതായത് ഇവർ ഈ പർദ്ദ ധരിക്കുന്നത് എവിടെയെങ്കിലും പുറത്തോട്ട് പോകാനെന്ന സമയത്ത് മാത്രമാണ്. അല്ലാത്തപ്പോൾ ഈ ഹോം സ്റ്റേയിലുള്ള സമയത്ത് മാക്സി ആയിരിക്കും ധരിക്കുക. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോകാനായി പദ്ധതി ഇട്ടിരുന്ന് കാണാം. എന്തെങ്കിലും മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇവരെ കാണാൻ വേണ്ടി ഇടയ്ക്ക് മകനും ഒപ്പം തന്നെ ഭർത്താവ് എന്ന പേരിൽ ഇടയ്ക്ക് ചില ആളുകൾ വന്നിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇവരെ വിളിച്ചപ്പോൾ ആ ആളുകളെ ഭർത്താവും മകനെയും ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ഇവരുമായി പരിചയമില്ലെന്ന മൊഴിയാണ് അവർ നൽകിയിട്ടുള്ളത്. അവരെ കൂടി കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുള്ളൂ. ഇത് പമ്പയാറാണ്. ഈ പമ്പയാറിന് തൊട്ടപ്പുറത്ത് കുട്ടനാട്ടിലെ വയൽ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അതായത് വയലും കൃഷി നടത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒറ്റപ്പെട്ട തുരുത്തായതുകൊണ്ട് തന്നെ ഇവിടേക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് വരാൻ, ഇവിടെയുള്ള നാട്ടുകാരറിയാതെ ആർക്കും വരാൻ സാധിക്കില്ല. പോലീസ് ഇപ്പോൾ സംശയിക്കുന്ന ഈ രീതിയിൽ ആരെങ്കിലും ഇവിടെ നിന്ന് നീന്തി ഇവിടെ എത്തിയോ, അല്ലെങ്കിൽ എങ്ങനെ വന്നു, വാഹനത്തിൽ വന്നാൽ തന്നെ പല ആളുകൾക്കും അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെ ആരെങ്കിലും ഇവിടെ താമസിക്കുന്ന ആളുകളല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരാനുള്ള സാധ്യതകളെ പറ്റിയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് നേതൃത്വം നൽകിയിരുന്നു. എന്താണെങ്കിലും വരുന്ന മണിക്കൂറുകളിൽ പ്രതിയെപ്പറ്റിയുള്ള എന്തെങ്കിലും സൂചന ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസിൻ്റെ ഇപ്പോഴുള്ള ബലപ്പെട്ട സംശയം ഇത് കൊലപാതകമാണെന്ന് തന്നെയാണ്. സുഹൈൽ.
ശരി, കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഒറ്റപ്പെട്ട ഇടമാണ്, ഹോം സ്റ്റേ ആണ്. അതിന് സമീപത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഹോം സ്റ്റേയിലെ തന്നെ ജീവനക്കാരെ അസം സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത്.